നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്ന SIR നടപടികളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം നമുക്ക് ലഭിക്കുന്ന എലിമിനേഷൻ ഫോമുകൾ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും എത്തിയിട്ടുണ്ട്. എത്തിയ ആളുകൾ എങ്ങനെയാണ് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്താത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എലിമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 2002 നമ്മുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരുണ്ടെന്ന് നമ്മൾ ഒന്ന് നോക്കുക. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ മണ്ഡലം നമ്പർ, ഓരോ മണ്ഡലത്തിനും ഒരു നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ ആ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിന് ഒരു നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ ആ പോളിംഗ് ബൂത്തിൻ്റെ പേരും ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു പട്ടികയിൽ, വോട്ടർ പട്ടിക 2002 വോട്ടർ പട്ടികയിൽ മാതാവിൻ്റെ പിതാവിൻ്റെ ക്രമ നമ്പർ ഉണ്ടാകും. അതിനുശേഷം പിതാവിൻ്റെ മാതാവിൻ്റെ പേരും കൂടി, ഈ 5 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മളതും ചെയ്ത് വെക്കുക. നമ്മളെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന മറ്റാളുടെ പേരുകളും ഇതേപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വോട്ടർ പട്ടിക നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ താഴെ കൊടുക്കുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിന്ന് നമുക്ക് 2002 വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ മണ്ഡലം നമ്പറാണ്. 035 എന്ന് കാണുന്ന മണ്ഡലം നമ്പറാണ്. അതിനുശേഷം കാണുന്ന 142 നമ്മുടെ ബൂത്ത് നമ്പറാണ്. അതിനുശേഷം കാണുന്നതാണ് നമ്മുടെ ക്രമ നമ്പർ. അതിനുശേഷം കാണുന്ന നമ്മുടെ വീട് നമ്പർ ആവശ്യമില്ല. അതുപോലെ മറ്റ് 2 നമ്പറുകളും ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ അവിടെ കാണുന്ന പേര് കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ആദ്യം കാണുന്ന ഈ 5 കാര്യങ്ങൾ നമ്മൾ എല്ലാ ആളുകളും നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടേതാവാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റാളുകളുടേതായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആളുകൾ, അവരുടെ വീട്ടിലുള്ള വോട്ടർ പട്ടികയിലായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടായിരിക്കുക. ഇക്കാര്യങ്ങൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. മണ്ഡലം നമ്പർ, ബൂത്ത് നമ്പർ, ഏരിയ നമ്പർ, ക്രമ നമ്പർ എന്നിങ്ങനെ 4 നമ്പറുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് നമ്മുടെ SIR ഫോമിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് SIR ഫോമിന് എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മളിതിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു ബ്ലാങ്ക് ഫോമല്ല അവർ തരുന്നത്. നമ്മുടെ പേര്, നമ്മുടെ ഫോട്ടോയുള്ള ഒരു ഫോമായിരിക്കും നമുക്ക് അവർ തരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ 2024 നമ്മൾ വോട്ടർ പട്ടികയിലുള്ള എല്ലാവരുടെയും പേരും ഫോട്ടോയും അവിടെ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നമ്മുടെ പേര്, നമ്മുടെ പോളിംഗ് ബൂത്ത് നമ്പർ, എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അതിനുശേഷം ഒരു QR കോഡ് കാണാം. അതിനപ്പുറത്ത് നമ്മുടെ ഒരു ഫോട്ടോ കൂടി അതിലുണ്ടാകും. അങ്ങനെയുള്ള ഫോമായിരിക്കും അവർ നമുക്ക് തരുന്നത്. ആ ഫോമിൻ്റെ ഫോട്ടോ നമുക്ക് മാറണമെങ്കിൽ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. അത് നിർബന്ധമുള്ളൊരു കാര്യമില്ല. ഫോട്ടോ ചില ആളുടെ എല്ലാം ഫോട്ടോ പഴയ ഫോട്ടോ ആയിരിക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കാം, ബ്ലാങ്ക് ഫോട്ടോ ആയിരിക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്ന ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെറിയ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ആയിരിക്കാം. എന്നിങ്ങനെ പല കാരണം കൊണ്ടും ഫോട്ടോ ഇപ്പം മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോ മാറ്റണമെങ്കിൽ മാത്രം നമ്മൾ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം കാണുന്ന ഫസ്റ്റ് കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ വോട്ടർ ID കാർഡ് നമ്പർ എന്നിങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അവിടെ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെട്ടലോ തിരുത്തലോ ഇല്ലാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന പിന്നെ 2 ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 2002 വോട്ടർ പട്ടികയിലുള്ള പേരും അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേര് എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന ഭാഗത്ത് നമ്മുടെ പേര്, നമ്മൾ ഈ ഫോം ആരാണോ ഫില്ല് ചെയ്യുന്നത്, ആരുടേതാണോ ഈ ഫോം, അവരുടെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ബൂത്ത് നമ്പർ, ഏരിയ നമ്പർ, കോഡ് നമ്പർ എന്നീ ക്രമത്തിൽ അവിടെ കൊടുക്കുക. അത് നമുക്ക് 2002 വോട്ടർ പട്ടിക നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ കറക്റ്റായി തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നിങ്ങളുടെ മണ്ഡലം നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട്. ആ മണ്ഡലം നമ്പർ അവിടെ കൊടുക്കുക, മണ്ഡലത്തിൻ്റെ പേരും കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത് ബൂത്ത് നമ്പർ ആയിരിക്കും. ആ ബൂത്ത് നമ്പർ നമ്മൾ 2ാം ഭാഗത്തോടെ കാണുന്നുണ്ട്. ആ ബൂത്ത് നമ്പർ തെറ്റാതെ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാണുന്ന ഭാഗത്ത് ക്രമ നമ്പർ കൊടുക്കുക. മാതാപിതാക്കളുടെ പേരെല്ലാം കൊടുത്തു കഴിഞ്ഞ് താഴെ ഒപ്പിടുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ എലിമിനേഷൻ ഫോമിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായി. നിങ്ങൾ 2ാമത്തെ ഭാഗത്ത് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനി സ്വന്തം പേരില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 42 വയസ്സുള്ള ആളുകൾക്കൊന്നും അന്ന് പട്ടികയിൽ പേരുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ കറക്റ്റായി തന്നെ 2ാമത്തെ കോളം പൂർത്തിയാക്കുക.
രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് 2002 വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സംശയങ്ങൾ ഒരുപാടുള്ള ആളുകളാണ്. നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മറ്റു കാരണങ്ങൾ കൊണ്ട് താമസമാക്കിയ ആളുകൾ എന്നിവർക്ക് അവരുടെ വീട്ടിലെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അവിടെ കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ മണ്ഡലം മാറിയേക്കാം, ചിലപ്പോൾ ജില്ല മാറിയേക്കാം, ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ മലപ്പുറത്തേക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞ് താമസമാക്കിയ ആളുകളാണെങ്കിൽ അവിടെ തിരുവനന്തപുരത്തുള്ള ഡീറ്റെയിൽസാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ പേരോ ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേരോ അല്ല അവിടെ കൊടുക്കേണ്ടത്. സ്വന്തം അമ്മയുടെയോ അച്ഛൻ്റെയോ ഡീറ്റെയിൽസാണ് അവിടെ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ കൂടി ഒപ്പിടുന്നതോട് കൂടി തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകും. അതുപോലെ തന്നെ ഇതിൽ ആ വോട്ടർ തന്നെ ഒപ്പിടണമെന്ന് നിർബന്ധമില്ല. വീട്ടിലെ മറ്റംഗങ്ങൾക്കും അതിൽ ഒപ്പിടാം. അതുകൊണ്ട് തന്നെ പ്രവാസികളായ ആളുകൾ, കുടുംബത്തോടെ പ്രവാസികളായ ആളുകൾ, ഇങ്ങനെ പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്തിച്ചാൽ മതി. ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഡീറ്റെയിൽസ് നമ്മൾ BLOമാർ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫോമുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ മാസം 3-ാം തീയതി 4-ാം തീയതി മുതലാണ് ഈ ഫോമുകൾ വിതരണം തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളും മറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ BLOമാർ ഒട്ടുമിക്ക ആളുകളും അധ്യാപകരാണ്. അവർ അതിൻ്റെ തിരക്കിലാണ്. 1-2 ദിവസങ്ങൾക്കകം തന്നെ അവർ തിരക്ക് എല്ലാം കഴിച്ച് ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഫോമുകൾ ചില ആളുകൾക്ക് പ്രിൻ്റ് ചെയ്ത് ലഭിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ ക്രമ നമ്പർ അനുസരിച്ച് 300-400 വോട്ടുകൾ മാത്രം അവരുടെ ക്രമ നമ്പർ അനുസരിച്ചാണ് അവർ ഫോം കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും അതിൻ്റെ പ്രിൻറ്റിങ് മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രിൻറ്റിങ് അവസാനിക്കുന്നതോട് കൂടി തന്നെ നിങ്ങൾക്കും അതിൻ്റെ ഫോമുകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നാട്ടിലെ BLO ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾ വാർഡിലെ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ BLO ആരാണെന്ന് ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെ അവരുമായി ബന്ധപ്പെടുക. നിങ്ങൾ ഫോം ലഭിച്ചിട്ടില്ലെന്ന കാര്യം അവരെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും. വീഡിയോ ഇഷ്ടമുണ്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.